കാർശ്ശേരി മാഷിലേക്ക്. മാഷെ, ഇപ്പോൾ വേഷം കണ്ടാൽ അറിയാം ആളുകളെ എന്ന് പറഞ്ഞ നേതാവിനെ നമുക്കറിയാം. അതേപോലെ MSF എന്ന് കേട്ടാൽ അത് മുഴുവൻ പറയണമെന്നില്ല, അപ്പോൾ അറിയാം അവരെന്താണ് എന്ന് ഒരു SFI നേതാവ് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതം എന്താണ്? സ്മൃതി, നമുക്ക് എന്നും പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കൂട്ടരാണ് നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളും. അവരുടെ ഇടയ്ക്ക് ഈ അളവിലുള്ള വിഷലിപ്തമായ ചർച്ചകൾ നടക്കുന്നത് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ വഷളാക്കും, യാതൊരു സംശയമില്ല. ഇത് കാരണം എന്ന് വിചാരിച്ചാൽ ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്താണ്, അവർ 1937 രൂപീകരിച്ച മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും തരാതരം പോലെ മാറി മാറി വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 1994 ഉണ്ടായ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണം ഇന്ത്യൻ നാഷണൽ ലീഗ് INL ഇപ്പോഴും LDF ഉണ്ടല്ലോ. അവരുടെ MLA അഹമ്മദ് ദേവർകോവിൽ 2.5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. അവർക്കൊരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ പേര് നാഷണൽ സ്റ്റുഡൻസ് ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവരുടെ കൂടെ ഉണ്ട്, LDFൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് വകതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമുദായിക രാഷ്ട്രീയം എന്ന് പറയുന്നതും വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു രംഗം, ഒരിക്കൽ ഇതിനെപ്പറ്റി ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഭാഗ്യവശാൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന CH മുഹമ്മദിയോട് ഞാൻ ചോദിച്ചിരുന്നു ഈ കാര്യം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം വേണം, എന്തെങ്കിലും സൗജന്യം വേണം, എന്തെങ്കിലും സമ്മാനം വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങളങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ന്യൂനപക്ഷക്കാരാണ്, പിന്നോക്കക്കാരാണ്. പിന്നോക്കക്കാരും ന്യൂനപക്ഷക്കാരും ആയിപ്പോയതിൻ്റെ പേരിൽ, മുസ്ലിങ്ങളായിപ്പോയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ഈ അളവിൽ ഒരു പിന്നോക്ക സമുദായം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായം അവർക്ക് ഒരു തരത്തിലുമുള്ള മതരാഷ്ട്രവാദം ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി 1967 സപ്തമുന്നണിയിൽ EMS നമ്പൂതിരിപ്പാട്, അന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു തത്വം ഞാൻ യോജിക്കാത്തൊരു തത്വമാണ്. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നല്ല എന്നാണ്. ഭൂരിപക്ഷ വർഗീയത എതിർത്താൽ മതി, ന്യൂനപക്ഷ വർഗീയത ആ അളവിൽ എതിർക്കാൻ പാടില്ല. അന്നത്തെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 1967 രണ്ടാം EMS മന്ത്രിസഭയാണ് മലബാറിലെ മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. ആ മന്ത്രിസഭയാണ് ലോട്ടറി, സർക്കാർ ലോട്ടറി എന്ന ഏർപ്പാട് അന്നത്തെ ധനകാര്യമന്ത്രി PK കുഞ്ഞ് ആണ് നടപ്പാക്കിയത്. ഈ സമയത്ത് ലോട്ടറി ഹറാമാണ് എന്നോ മദ്യം ഹറാമാണ് എന്നോ അത് ഞങ്ങളുടെ മതത്തിന് യോജിക്കുന്നതല്ല എന്നോ പറയാൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവർ സാമുദായികമായ അവരുടെ അവശതയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ അതിന് ഉള്ളൂ. പിന്നെ അവരൊരിക്കലും ഇപ്പോൾ മതവികാരം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചോ ഇല്ലേ എന്നിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ തത്വം എന്ന് പറയുന്നത് മതരാഷ്ട്രമല്ല, അത് ജനാധിപത്യത്തിൽ കൃത്യമൊരു വ്യാഖ്യാനം SFIക്കുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം അന്യമത വിദ്വേഷം പറയുന്നവരെയും സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഒരേ തട്ടിലിട്ട് കാണുകയാണ്. ഇപ്പോൾ ആ സംഘടനയുടെ പേരിലുണ്ട് എല്ലാം എന്ന് പറയുന്നതിൽ അർത്ഥം അങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. മുസ്ലിം എന്ന് ചേർക്കുമ്പോൾ അത് വർഗീയമാകുന്നു എന്ന വിലയിരുത്തലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ വലിയ ദോഷം ചെയ്യും. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നമുക്ക് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. KP ശശികലയെ പോലുള്ളവർ ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രതികരണം ഇതിനകം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, എന്താന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്,
പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ആയ ഒരു സമുദായക്കാർ അവരുടെ സാമുദായികമായ അവശത പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും മറ്റൊരു മതത്തെ അല്ലെങ്കിൽ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ നിന്ദിക്കുകയോ അവരോട് വിദ്വേഷം വളർത്തുകയോ ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ പ്രബന്ധം എഴുതുകയോ ചെയ്യുന്നതിനാണ് വർഗീയത എന്ന് നമ്മളൊക്കെ പറയാം. ഇപ്പോൾ ഒരു കാലത്തും നമുക്ക് പരിചയമുള്ള പഴയ കാലത്ത് SNDPക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നാരായണ ഗുരു ഒരിക്കലും, അദ്ദേഹമാണല്ലോ അതിൻ്റെ സ്ഥാപകൻ, 1903 നാരായണ ഗുരു SNDP സ്ഥാപിക്കുമ്പോൾ ഒരാൾക്കും അതിനെപ്പറ്റി ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. എന്താ കാരണം? നാരായണ ഗുരു അങ്ങനെ ഒരു അപരത്വം, അന്യമത വിദ്വേഷം, അന്യ സമുദായ വിദ്വേഷം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിർഭാഗ്യവശാൽ അതിൻ്റെ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് മാത്രമാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ നേതാവാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തീർത്തും വിദ്വേഷം മാത്രമാണ്. ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് വിദ്വേഷ പ്രസംഗം ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഈ തരത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്ന തരത്തിലാണ് നിർഭാഗ്യവശാൽ SFIയുടെ ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ മുഴുവൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ SFIയുടെ നേതാവ് MSFൻ്റെ ഫുൾ ഫോമായിട്ട് പറഞ്ഞ ഒരു കാര്യം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നല്ല, മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്. അതായത് മുസ്ലിം എന്ന് പറയുന്നതും മൗദൂദിസം എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ പ്രയോജനം സംഘപരിവാറിനാണ്. അത് അറിയാതെ അബദ്ധം പറ്റുന്നതാണെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് വളരെ വളരെ അപകടമാണ്. നമ്മുടെ സമൂഹത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം നശിപ്പിക്കുന്ന, പരസ്പരം ധ്രുവീകരണം, ചേരിതിരിവുണ്ടാക്കുന്ന, അതുപോലെ സംശയമുണ്ടാക്കുന്ന, അതായത് ഇപ്പം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന ഈ പറഞ്ഞതിൻ്റെ നേരെ മലയാളം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മുസ്ലിം രാഷ്ട്രീയവും ഇസ്ലാമിക രാഷ്ട്രീയവും ഒന്നല്ല. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ വ്യത്യാസം തിരിയാത്ത കൂട്ടരല്ല ഇപ്പോഴാണ് P. ജയരാജൻ അതിനെപ്പറ്റി പുസ്തകം എഴുതുന്നത്. കാരണം മാറി മാറി ഇവരൊക്കെ പല സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചവരാണ്. അതവർ സമ്മതിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുൽ നാസർ മദനി ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ SDP ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ അത് ഇടയ്ക്ക് UDFനുണ്ട് കേട്ടോ, LDFന് മാത്രമുള്ള കുറ്റമല്ല അത്. അപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയവും ഇസ്ലാമിക രാഷ്ട്രീയവും വേറിട്ട് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യമുള്ളത് ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിയാണ്, പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, പുരോഗമന പ്രസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന CPMനാണ്. ഇപ്പോ അത് തിരിച്ചറിയാതെ ക്യാമ്പസുകൾ മുഴുവൻ വിഷലിപ്തമാക്കുന്ന മട്ടിൽ ഒരു ചർച്ച ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് എല്ലാ കൂട്ടരും തിരിച്ചറിയണമെന്നാണ് എൻ്റെ അപേക്ഷ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.